വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മുടെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി, മുത്തശ്ശിയോടൊപ്പം ഒരു ദീർഘയാത്ര. ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങളെ. അപ്പോൾ കുറേ പേര് കമൻറ്റ് പറഞ്ഞ് ഇംഗ്ലീഷിൻ്റെ നോട്ടും കൂടി തരണമെന്ന്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാഠം നോക്കൂ കുഞ്ഞുങ്ങളെ. യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫ്, നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ഇരിപ്പുണ്ടല്ലോ, നോക്കണേ. ബോൺസ് ഓഫ് ലൈഫ് എന്നാണ് യൂണിറ്റ് 1, ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഒരു കഥയാണ് എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്നത്. മുത്തശ്ശിയോടൊപ്പം ഒരു ദീർഘയാത്ര കേട്ടോ. പുസ്തകം എടുത്തോണേ കുഞ്ഞുങ്ങളെ. പുസ്തകം എടുത്തിട്ട്, അതായത് ഇതൊരു കഥയാണ്. നമ്മളോട് ഇപ്പോൾ ചോദിക്കുക ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ പാഠം എന്തുവാ കഥ എന്തുവാ എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ അറിയണം കുഞ്ഞുങ്ങളെ ആദ്യമേ കേട്ടോ. ഇംഗ്ലീഷിലല്ല ഇംഗ്ലീഷിലല്ല പറയേണ്ടത്, മലയാളത്തിലായാലും ആ കഥ നമുക്കൊന്ന് പറയാൻ അറിയണം. അപ്പം നിങ്ങൾ ഈ കഥ കേട്ടിട്ട് ഈ കഥ മനസ്സിലാക്കിയിട്ട് അതിനകത്തു നിന്നാണ് കുഞ്ഞുങ്ങളെ ഈ ചോദ്യം ചോദിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഈ കഥ പറഞ്ഞുതരാം. ഈ കഥയ്ക്കകത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പം നമുക്കത് എഴുതാൻ അറിയണം, അതേ ഉള്ളൂ സംഭവം. അതായത് ഈ പാഠം എഴുതിയത് തന്നെ റസ്കിൻ ബോണ്ട് എന്നാണ്. നിങ്ങളുടെ ടെസ്റ്റിനകത്തല്ല അദ്ദേഹത്തിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. റസ്കിൻ ബോണ്ട് എഴുതിയ എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി എന്ന ഈ കഥയിൽ ഒരു മുത്തശ്ശിയും ചെറുമകനും തമ്മിലുള്ള ആഴമേറിയ സ്നേഹവും കരുതലും അവതരിപ്പിക്കുന്നു. ഒരു മുത്തശ്ശിയും ഒരു ചെറുമകനും തമ്മിലുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന കഥ. ഓക്കെ ആണോ? പ്രിയപ്പെട്ടവരോട് ഒപ്പമുള്ളപ്പോൾ പ്രായമായവർ പോലും നല്ല ശക്തനും ധീരനുമാകുമെന്ന് ഈ കഥയിലൂടെ നമ്മളോട് പറയുന്നു. മുത്തശ്ശിയും ചെറുമകനും ഒരുമിച്ചുള്ള സന്തോഷകരമായ യാത്രയിൽ അവർ പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടെത്തുകയും പരസ്പരം ഊഷ്മളമായ സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കഥയിലോട്ട് നമുക്ക് കയറാൻ കുഞ്ഞുങ്ങളെ. റസ്കിൻ ബോണ്ട് എഴുതിയതാണ്. പാഠത്തിൻ്റെ പേരെന്താണ് അതൊക്കെ പഠിച്ചല്ലോ. എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി, മുത്തശ്ശിയോടൊപ്പം ഒരു ദീർഘയാത്ര എന്നാണ് എഴുതിയതാരാ കുഞ്ഞുങ്ങളെ? റസ്കിൻ ബോണ്ട്. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് കയറാം. അതായത് നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് കഥയാകും ഞങ്ങളെ. ഇംഗ്ലീഷിൻ്റെ പുസ്തകമാണ്, ഇംഗ്ലീഷിലാണ് കഥ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം നോക്കിക്കേ. നദിയുടെ അകലിൽ നിന്നുള്ള ഇരമ്പൽ കേൾക്കാനും പൈൻ ഇലകളുടെ ഗന്ധമറിയാനും ചെറുമകൻ മാനിയുടെ സാന്നിധ്യം അനുഭവിക്കാനും മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നു. ഇതിനകത്തിലെ കഥാപാത്രങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ. ഈ ചെറുമകൻ എന്ന് പറയുന്ന അതിൻ്റെ പേര് മാനി എന്നാണ്. ഈ ഗ്രാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തശ്ശിയാണ് കേട്ടോ. അപ്പം മാനി ഇവിടെ നോക്കിയേ. നദിയുടെ അകലെ നിന്നുള്ള ഇരമ്പൽ കേൾക്കാനും പൈൻ ഇലകളുടെ ഗന്ധമറിയാനും ചെറുമകൻ മാനിയുടെ സാന്നിധ്യം അനുഭവിക്കാനും നമ്മുടെ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നു. നദിയോ മരങ്ങളോ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ നദിയോ മരങ്ങളോ ഒന്നും അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. മാനിയുടെ ചീകി ഒതുക്കാത്ത മുടിയും, നിങ്ങളുടെ ആ പുസ്തകത്തിൽ നോക്കണേ, ആ മാനിയുടെ തലമുടി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നേരെ ഒതുങ്ങാതെ നേരെ പൊങ്ങിയിരിക്കുന്ന ചീകി ഒതുക്കാത്ത മുടിയും, ചിലപ്പോൾ അവൻ പുഞ്ചിരിക്കുമ്പോൾ അവൻ്റെ ബ്ലാക്ക്ബെറി പോലെയുള്ള കണ്ണുകളും പല്ലുകളുടെ തിളക്കവും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ ആ കൊച്ചിനെക്കുറിച്ച് കുറച്ച് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവൻ്റെ ബ്ലാക്ക്ബെറി പോലെയുള്ള കണ്ണുകളും പല്ലുകളുടെ തിളക്കവും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. മുത്തശ്ശി ഒരു ജോഡി പഴയ കണ്ണടയായിരുന്നു ധരിച്ചിരുന്നത്. നോക്കണേ കുഞ്ഞുങ്ങളെ, കഥ നോക്കണേ. ആ മുത്തശ്ശി പണ്ടത്തെ പഴയതങ്ങാണ്ട ഒരു കണ്ണടയായിരുന്നു ധരിച്ചിരുന്നത്. 10 വർഷത്തിലേറെയായി അവർ അത് ധരിച്ചു തുടങ്ങിയിട്ട് കേട്ടോ. കണ്ണാടിയൊക്കെ നമ്മൾ മിക്കവാറും ഉള്ളവരൊക്കെ 2-3 വർഷം കൂടി അത് പൊട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലിരിക്കുന്ന കണ്ണാടി. ഞാനാണെങ്കിൽ തന്നെ വായിക്കാൻ വേണ്ടി ഒരു കണ്ണാടി മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ലെൻസ് മാത്രമുള്ളത് മേടിക്കും ഞാൻ. ഈ ലെൻസ് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ബോർഡർ വരുന്നത് എൻ്റെ മുഖത്തിന് അത്ര ചേരുന്നില്ല. അപ്പം ഞാൻ ഇത് അല്ലാത്ത ലെൻസ് ഉള്ളത് മേടിച്ച് വെക്കും. എപ്പോഴും അത് എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോകാനേ നേരം കാണത്തുള്ളൂ കേട്ടോ. ഈ കണ്ണാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതിലെ തൊടുമ്പോഴേ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വശം ഒടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങളെ, മുത്തശ്ശി
10 വർഷമായി മുത്തശ്ശിയുടെ ഈ കണ്ണാടി, 10 വർഷത്തിലേറെയായി അവരത് ധരിച്ചു തുടങ്ങിയിട്ട് ഇവരുടെ കാഴ്ച ക്രമേണ മങ്ങി തുടങ്ങിയിരിക്കുന്നു. കണ്ണടയിൽ പോറലുകളും പാടുകളും ആയിരുന്നു മൊത്തം അല്ലേ. 10 വർഷമാകുമ്പോൾ ആ കണ്ണടയുടെ ഗ്ലാസിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അതിനാൽ അവർക്ക് അവയിലൂടെ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. മുത്തശ്ശിയുടെ കണ്ണുകൾ പരിശോധിച്ച് പുതിയ കണ്ണട വാങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാനിയും അച്ഛനും കരുതി. മുത്തശ്ശിയുടെ കണ്ണട മാറാൻ സമയമായെന്ന് ഈ മാനിയുടെ അച്ഛനും എന്ത് ചെയ്തു, കരുതി. കൊള്ളാം, ഗ്രാമത്തിൽ നമുക്ക് അവ ലഭിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. മുത്തശ്ശി അവിടെ എന്ന് പറഞ്ഞു, എൻ്റെ കണ്ണാടി എന്താണെന്ന്, അവരൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, അവിടെ കണ്ണാടിക്കടയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇത് വേണമെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിക്കണമെന്നല്ലേ. അപ്പോഴാണ് പറഞ്ഞത്, എന്താ കുഞ്ഞുങ്ങളെ, മുസോറി, സ്ഥലത്തിൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, കണ്ടോ. അപ്പോഴാണ് അവർ മുസോറിയിലെ നേത്രരോഗ ആശുപത്രിയിൽ പോകേണ്ടി വരും, അതാണ് ഏറ്റവും അടുത്തുള്ള പട്ടണം. മാനി അവിടെ നിന്ന് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത പട്ടണത്തിൽ പോയി നമുക്ക് ഒരു കണ്ണാടി വാങ്ങിക്കാമെന്ന് പറയുന്നതാണ്. പക്ഷേ അത് 2 ദിവസത്തെ യാത്രയാണ്. അവർക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർ താമസിക്കുന്നിടത്തുനിന്ന് 2 ദിവസം എടുക്കും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാൻ അല്ലേ. മുത്തശ്ശി എന്ത് പറഞ്ഞു, പക്ഷേ അത് 2 ദിവസത്തെ യാത്രകളാണ്. മുത്തശ്ശിക്ക് അതത്ര 2 ദിവസത്തെ യാത്ര ചെയ്ത് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിനെ പ്രതിഷേധിച്ചു ഇല്ലേ. മുത്തശ്ശി ഒഴിവൊഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞു. മാനിയെ പിരിയാൻ അവർ ആഗ്രഹിച്ചില്ല. ഇനി മാനിയെ ഇട്ടിട്ടൊക്കെ 2 ദിവസം അവിടെ പോയി അത് മേടിച്ചുകൊണ്ട് വരാനോ അത് നോക്കുന്ന കാര്യമല്ല. അവന് 11 വയസ്സുണ്ട്. നമ്മൾ ഈ മാനി എന്ന് പറയുന്ന ഈ കൊച്ചിൻ്റെ കാര്യം, അവന് 11 വയസ്സുണ്ട്. സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിവുണ്ടായിരുന്നു. അവന് 1 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചതു മുതൽ ഈ മുത്തശ്ശി അവനെ പോറ്റി വളർത്തിയിരുന്നത്. അവന് 1 വയസ്സുള്ളപ്പോഴാണ് കുഞ്ഞുങ്ങളെ അവൻ്റെ അമ്മ മരിച്ചു പോയത്. അതിനുശേഷം അമ്മയുടെ അമ്മയാണ് ഈ മുത്തശ്ശി കേട്ടോ. മുത്തശ്ശിയായിരുന്നു ഈ അമ്മയുടെ അമ്മയായി നാനി എന്ന് പറയുന്നത് കേട്ടോ. ഇവരായിരുന്നു ഈ കൊച്ചിനെ വളർത്തിയിരുന്നത്. അവർ കുട്ടിയുടെ അച്ഛനെയും വീട്ടിലെ പശുക്കളെയും കോഴികളെയും വളരെ ഊർജ്ജസ്വലതയോടെയും അർപ്പണബോധത്തോടെയും ഒക്കെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. മരിച്ചു പോയതിന് ശേഷം ഇവരുടെ ആ കുട്ടിയെയും കുട്ടിയുടെ അച്ഛനെയും പിന്നെ വീട്ടിൽ പശുവുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ എന്തെല്ലാം ഉണ്ട്, ഇതെല്ലാം ഈ മുത്തശ്ശിയായിരുന്നു നോക്കിയിരുന്നത്. എനിക്ക് നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ കഴിയും. ഈ അമ്മൂമ്മ എപ്പോഴും പറയും, എനിക്കിതൊക്കെ നോക്കി നടത്താനൊക്കെ എനിക്ക് പറ്റുമെന്ന് പറയുന്നത് കേൾക്കൂ. മാനിയുടെ അച്ഛൻ കർശനമായി പറഞ്ഞു, നിങ്ങൾ കണ്ണ് കാണാതെ ഈ കണ്ണാടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നമ്മളും പറയത്തില്ലേ മറിഞ്ഞു വീഴും, കണ്ണാടിയുടെ ഗ്ലാസ് മാറും എന്നൊക്കെ ഈ അച്ഛനെ പറയുന്നുണ്ട്. കർശനമായിട്ട് തന്നെ പറഞ്ഞു, അമ്മയെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടുന്നില്ല, ഒരു കാര്യം ചെയ്യും, മസൂറിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ ഈ അച്ഛൻ അവിടെ നിന്ന് നിങ്ങളെ പറഞ്ഞത്, അമ്മ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ അങ്ങ് മസൂറിലേക്ക് വാ, നമുക്ക് അവിടെ കൊണ്ടുപോകാമെന്ന്. പിന്നെ മാനിയെ ഇവിടെ ഒറ്റയ്ക്ക് വിടാനോ? നമ്മൾ പോകുമ്പോൾ മാനിയെ ഇവിടെ ഒറ്റയ്ക്ക് ഇടാനോ? നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു എന്ന് ഈ മുത്തശ്ശി അച്ഛൻ്റെ അടുത്ത് ചോദിക്കുക. എന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. നമുക്കൊരു കാര്യം, അച്ഛൻ പറഞ്ഞ നമുക്ക് മാനിയെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് രണ്ടും കൂടി ഒരു കാര്യം ചെയ്യാൻ പോകാവുന്നു. അപ്പം മുത്തശ്ശി പറഞ്ഞേ, ഈ പയ്യനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനോ? നീ എന്തു ഈ പറയുന്നത്? എങ്കിൽ മുത്തശ്ശിയെ ഞാൻ മസൂറിലേക്ക് കൊണ്ടുപോകാം. മാനി ഉത്സാഹത്തോടെ അവിടെ നിന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, മാനി അവിടെ നിന്ന് പറഞ്ഞത്, മുത്തശ്ശിയെ ഞാൻ കൊണ്ടുപോകാം, മസൂറിലേക്ക് കൊണ്ടുപോകാമെന്ന് ഈ പയ്യൻ പറയുന്നതാണ്. ഞാൻ മുമ്പ് എൻ്റെ സ്കൂളിലെ കൂട്ടുകാരോടൊപ്പമൊക്കെ മസൂറിൽ പോയിട്ടുണ്ട്. ഈ മുത്തശ്ശി അവിടെ നിന്ന് പറയുന്നതാ. ഞാൻ പണ്ട് എൻ്റെ കൂട്ടുകാരോടൊപ്പം പോയിട്ടുണ്ട്, എവിടെ താമസിക്കണമെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്ന് ഉദ്ദേശിച്ച് എന്തോന്നറിയോ, ഇപ്പം അവർക്ക് എത്ര വയസ്സായി അല്ലേ. അവർ ഒരു നിമിഷം നിർത്തിയിട്ട് സംശയത്തോടെ അച്ഛനെയും പിന്നെയും മുത്തശ്ശിയെയും നോക്കി. അവൻ ഒരു നിമിഷം അത് നിർത്തിയിട്ട് എന്ത് ചെയ്തു, ഞാൻ മുമ്പ് എൻ്റെ സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം മസൂറിൽ പോയിട്ടുണ്ട്, അവിടെ താമസിക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ എന്ന് അവനായി പറയുന്നത് കേട്ടോ. അവൻ ഒരു നിമിഷം നിർത്തിയിട്ട് സംശയത്തോടെ അച്ഛനെയും പിന്നെ മുത്തശ്ശിയെയും നോക്കി. മുത്തശ്ശിക്ക് നൈനിലേക്ക് നടക്കാൻ കഴിയില്ലല്ലോ അല്ലേ? നൈനിലേക്ക് എന്ന് വെച്ചാൽ കണ്ണാടി മേടിക്കാൻ പോകുന്നതിൻ്റെ കാര്യം കേട്ടോ. പോകാൻ കഴിയില്ലല്ലോ അല്ലേ എന്ന് പറയുന്നതാണ്. ഇനി അടുത്ത് നോക്കൂ നിങ്ങളെ, തീർച്ചയായും എനിക്ക് നടക്കാൻ കഴിയും. മുത്തശ്ശി അവിടെ നിന്ന് പറയുന്നുണ്ട്, എനിക്ക് നടക്കാനൊക്കെ കഴിയും, നിനക്കാടാ നടക്കാൻ കഴിയാത്തല്ലേ, അങ്ങനെ നമ്മൾ പറയത്തില്ലേ. എൻ്റെ കാഴ്ച മങ്ങുന്നുണ്ടാവാം, പക്ഷേ എൻ്റെ കാലുകൾക്കൊരു കുഴപ്പമില്ല. കണ്ണാടി പന്നലായി പോയതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് പ്രായമായതുകൊണ്ടോ എൻ്റെ കണ്ണിന് ചിലപ്പോൾ കാഴ്ച കുറച്ച് കുറവായിരിക്കും, പക്ഷേ എൻ്റെ കാലിനൊരു കുഴപ്പവും ഇല്ല എന്നല്ലേ. പക്ഷേ മുത്തശ്ശിക്ക് 70 വയസ്സായി. അതുമായി ഇതിന് എന്താണ് ബന്ധം? അതുകൂടാതെ നൈനിലേക്ക് ഇറക്കമാണ്, പിന്നീട് മടങ്ങുമ്പോൾ കയറ്റവുമാണ്. പക്ഷെ മുത്തശ്ശി ഈ പറയുന്നതിൽ മുത്തശ്ശിക്ക് 70 വയസ്സുണ്ട് കേട്ടോ, അത് ഓർത്തോണം. അപ്പോൾ അങ്ങ് വരെ നടന്നൊക്കെ പോകാൻ പറ്റുമോ?
അപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, എടാ നമ്മൾ അങ്ങോട്ട് പോകുന്നത് പകുതി എന്താ ഇറക്കമാണ് അല്ലേ, അങ്ങോട്ട് പോകുന്നത് ഇറക്കമാണ്, നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്താണ് കയറ്റവുമാണെന്ന് പറയുന്നു. കയറ്റം പക്ഷേ എനിക്ക് എളുപ്പമാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇടയ്ക്ക് എനിക്ക് കയറ്റം എളുപ്പമാണെന്ന്. മാനി കൂടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശി യാത്രയ്ക്ക് തയ്യാറായി. മാനിയും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ എന്താ മുത്തശ്ശി പറഞ്ഞു എന്നാൽ നമുക്ക് പോകാവുന്ന. മുസൂറിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് ഈ മുത്തശ്ശി അവിടെ നിന്ന് പറയാം, നമുക്കൊരു കാര്യം ചെയ്യണം, ഈ മുസൂറിൽ പോവുകയാണെങ്കിൽ കുറച്ച് തൈകളും വിത്തുകളും ഒക്കെ വാങ്ങണം, നമ്മുടെ വെള്ളപ്പശുവിന് ഒരു പുതിയ മണിയും മേടിക്കണം, നിന്റെ അച്ഛൻ ഒരു ഉടുപ്പും നിനക്കൊരു ചെരുപ്പും ഒക്കെ വാങ്ങിക്കണം. മുത്തശ്ശി അവിടെ നിന്ന് പറയുക, അപ്പം അവിടെ അല്ലേ അങ്ങ് വരെ പോവല്ലേ എന്തായാലും, അപ്പം ഇതൊക്കെ നമുക്ക് വാങ്ങിക്കണമെന്ന് മുത്തശ്ശി അവിടെ നിന്ന് പറയുക. നോക്കൂ, മാനിയുടെ അച്ഛൻ അവിടെ നിന്ന് എന്താ ഉടുപ്പ് നിക്കറും ഒക്കെ മേടിക്കണമെന്ന് പറയുകയാണ്. അപ്പം അമ്മ കണ്ണ് പരിശോധനയ്ക്കാണോ അതോ ഷോപ്പിങ്ങിനാണോ പോകുന്നത്? അവിടെ നിന്നപ്പോൾ അവരുടെ അച്ഛൻ എന്താ പറഞ്ഞത്, ഈ കൊച്ചിൻ്റെ അച്ഛന്, അമ്മ അവിടെ കണ്ണ് പരിശോധിച്ച് കണ്ണാടി പിടിക്കാൻ പോവാന്നോ അതോ അവിടെ ഷോപ്പിങ്ങിന് വല്ലതും പോവാന്നോ? എൻ്റെ കയ്യിൽ ആകെ 100 രൂപയേ ഉള്ളൂ കേട്ടോ, ചിലവ് അതിലെല്ലാം കൂടെ നിർത്തിയേക്കണം എന്താ അച്ഛൻ അവിടെ നിന്ന് പറയുന്നതാണ്. നമുക്കത് മതി, മാനി അവിടെ നിന്ന് പറഞ്ഞു. മാനി എന്ന് വെച്ചാൽ കൊച്ചു എന്ത് പറഞ്ഞു, നമുക്കത് മതി, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബസ് ആ ഷെൽട്ടറിൽ, നമുക്കൊരു ബസ് ഷെൽട്ടർ ഉണ്ടല്ലോ അവിടെ അങ്ങ് ഉറങ്ങാം. ഇല്ല, അത് പറ്റില്ല. മുത്തശ്ശി അപ്പം പറഞ്ഞു, എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാമോ, ഹോട്ടലിൽ താമസിക്കാമെന്ന്. അടുത്ത ദിവസം രാവിലെ ചാറ്റൽ മഴ പെയ്യുന്ന വേളയിൽ ഈ മുത്തശ്ശിയും മാനിയും നൈനിലേക്ക് കാൽനടയായി പുറപ്പെട്ടു. മാനി തൻ്റെ തോളിൽ ചെറിയൊരു കിടക്ക ചുമന്നു. മുത്തശ്ശി തുണി കൊണ്ടുള്ള ഒരു വലിയ ഷോപ്പിംഗ് ബാഗും കുടയും ഒപ്പം എടുത്തു. മുത്തശ്ശിക്ക് ക്ഷീണം തോന്നുമ്പോൾ നമുക്ക് വിശ്രമിക്കാം, മാനി അപ്പം അവിടെ നിന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ നാം തുടങ്ങിയതല്ലേ ഉള്ളൂ, മുത്തശ്ശി പറയടേ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ക്ഷീണത്തിനെ കുറിച്ചൊന്നും പറയാതല്ലേ നമ്മൾ പറയത്തില്ലയോ. നിനക്ക് എപ്പോഴാണ് വിശക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അപ്പം എന്ത് ചെയ്യാം, വിശ്രമിക്കാം. നിനക്ക് എപ്പോഴാണ് വിശക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് വിശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. അധികം താമസിക്കാതെ തന്നെ അവർ ഒരേ വേഗത്തിൽ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോവുക. ഇരുണ്ട ആകാശത്ത് ചുവപ്പും പച്ചയും നിറങ്ങൾ ഒരു കൂട്ടം തത്തകൾ തലയ്ക്ക് മുകളിലൂടെ മിന്നിപ്പറന്നു. ചന്നം ഭിന്നം പെയ്യുന്ന മഴയുടെ ശബ്ദമൊഴികെ മറ്റ് ശബ്ദങ്ങളൊന്നും അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ബ്ലാക്ക്ബെറി പറിക്കാൻ മാനി അവിടെ നിന്നു. അവരിങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇവൻ എന്ത് ചെയ്തെന്നറിയാം, ഈ ബ്ലാക്ക്ബെറി പറിക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തു, അവിടെ നിന്നു. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആകും. ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ബ്ലാക്ക്ബെറി പറിക്കാൻ വേണ്ടി ഈ മാനി അവിടെ നിന്നു. മുത്തശ്ശിക്കോ ഈ ബ്ലാക്ക്ബെറി മുത്തശ്ശിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശി എന്ത് ചെയ്തു, വേഗത ഒട്ടും കുറച്ചില്ല. അവർ നേരെ സ്റ്റഡിയായിട്ട് തന്നെ അവർ നടക്കാൻ തുടങ്ങി. അവരുടെ ഒപ്പം എത്താൻ മാനിക്ക് എന്ത് ചെയ്തു, ഓടേണ്ടി വന്നു. ഇവൻ പറിക്കുന്ന നേരം കൊണ്ട് മുത്തശ്ശി നടന്നങ്ങ് പോയി. ഇവനിത് പറിച്ചിട്ട് പുറേ ഓടേണ്ടി വന്നു. താമസിയാതെ അവൻ്റെ ചുണ്ടുകൾ പഴങ്ങളിൽ നിന്നുള്ള നീര് കൊണ്ട് ഒരുമാതിരി പർപ്പിൾ കളറിലായി. എന്ന് വെച്ചാൽ ബ്ലാക്ക്ബെറിയുടെ അത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞാൽ വായയുടെ വട്ടമെല്ലാം ഒരുമാതിരി പർപ്പിൾ നിറമായി. മഴ നിന്നു, സൂര്യൻ ഉദിച്ചു. താഴെ വയലുകളുടെ ഇളം പച്ചപ്പ് കാടുകളുടെ കടും പച്ചയിൽ നിന്ന് വേറിട്ട് നിന്നു. കുന്നുകളൊക്കെ സ്വർണ്ണ വെയിലിൽ കുളിച്ചു. മാനി മുന്നോട്ട് തന്നെ ഓടി. മുത്തശ്ശിക്ക് എല്ലാം നന്നായി കാണാൻ കഴിയുമോ? അവൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു. മുത്തശ്ശിയെ, ഈ നടന്നു പോകുന്നില്ലയോ, കണ്ണൊക്കെ കാണാവോ എന്ന് ചോദിക്കത്തില്ലയോ, കണ്ണ് കാണാവോ എന്ന് അവൻ വിളിച്ചു ചോദിച്ചു. എനിക്ക് വഴിയൊക്കെ കാണാം, നിന്റെ വെള്ള ഷർട്ട് എനിക്ക് കാണാൻ കഴിയും, ഇപ്പോൾ അത് മതി. നീ എൻ്റെ കൂടെ ഉണ്ട്, നിന്റെ ആ വെള്ള ഷർട്ട് എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്, എനിക്കത് മതി, നീ ഇങ്ങോട്ട് വാ എന്ന് പറയത്തില്ലേ. മുത്തശ്ശിയും മാനിയും റോഡരികിൽ കാറ്റിളകുന്ന പൈൻ മരത്തിൻ്റെ മന്ത്രണം കേട്ടുകൊണ്ട് ഒരു തണലിരുന്ന് ലഘു ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരു നീരുറവയിൽ നിന്നും എന്ന് വെച്ചാൽ അതിലേക്കൂടെ ഒരു ചെറിയ വെള്ളം ചാല് പോലെ പോകുന്നുണ്ട്, അവയിൽ നിന്നും അവർ വെള്ളവും കുടിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് അവർ നൈനിന് മുകളിലെത്തിയിരുന്നു. നാം മിക്കവാറും അടുത്തെത്തിക്കഴിഞ്ഞു, മാനി പറഞ്ഞു. അങ്കിളിൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രം എനിക്ക് കാണാൻ കഴിയും, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇവൻ അതിൻ്റെ മണ്ടേ കയറി നിന്നോണ്ട് പറയുക, നമ്മളിപ്പോൾ ചെല്ലുന്ന അങ്കിളിൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം മുത്തശ്ശി എന്താ പറഞ്ഞത്, എനിക്കിതൊന്നും കാണാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ, അത് മൂടൽമഞ്ഞ് മൂലമാണ്. താഴ്വരയിലൂടെ ഒരു കട്ടിയുള്ള മൂടൽമഞ്ഞ് ഇങ്ങനെ മൂടൽമഞ്ഞാവും നിങ്ങളെ അവിടെ അല്ല, അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന്. നദിയുടെ തീരത്തുള്ള ചെറിയ മാർക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. മുത്തശ്ശിയുടെ കുട വല്ലാതെ ചോർന്നൊലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ താമസിയാതെ മാനിയുടെ അമ്മാവൻ്റെ വീട്ടിൽ ചെന്ന് തുവർത്തിയിട്ട് ചൂടും മധുരവുമുള്ള പാൽച്ചായയും ഗ്ലാസുകളിൽ പകർന്നു കുടിക്കാൻ തുടങ്ങി.
പിന്നെ മാനി പിറ്റേന്ന് അത് രാവിലെ എഴുന്നേറ്റ് നദിയിൽ കുളിക്കാനായിട്ട് ഇറങ്ങി. ഒരു ഇടുങ്ങിയ തെരുവിലൂടെയാണ് അവനിങ്ങനെ ഓടിയൊക്കെ ചെന്നിട്ട് മാനി വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ബസ്സിൻ്റെ ഹോൺ അപ്പുറത്ത് മുഴങ്ങുന്നത് അവൻ കേട്ടു. മസൂറിലേക്ക് പോകാൻ ആ ഒരൊറ്റ ബസ് മാത്രമേ ആകെയുള്ളൂ. അവർക്കത് കിട്ടാതെ പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ കുന്നിൻ്റെ ചെരുവിലൂടെ ഓടി. പക്ഷേ മുത്തശ്ശി ബസ് സ്റ്റോപ്പിൽ തന്നെ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ ഇതിനകം ടിക്കറ്റുകളൊക്കെ അവർ ഇതിനകം ടിക്കറ്റുകൾ വാങ്ങിയിരുന്നു. അതൊരു പഴയ പാട്ട വണ്ടിയായിരുന്നു. യാത്രക്കാർക്ക് പരസ്പരം സംസാരിക്കുന്നത് പോലും കേൾക്കാൻ കഴിയാത്തത്ര അരോചക ശബ്ദമുണ്ടാക്കുന്ന ഒരു ബസ്സായിരുന്നു അത്. ഡ്രൈവർ സാമാന്യം നല്ല വേഗത്തിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. വളവ് തിരിയുമ്പോഴെല്ലാം ബസ്സിലുള്ള എല്ലാവരും വീണു പോകും. എല്ലാ ബഹളങ്ങളും ഉണ്ടായിരുന്നിട്ടും മുത്തശ്ശി മാനിയുടെ തോളിൽ തല ചായ്ച്ചിട്ട് ഉറങ്ങുകയായിരുന്നു. ബസ് കടകടകടാന്നുള്ള ശബ്ദത്തോടെ സഡൻ ബ്രേക്ക് ഇട്ട് പെട്ടെന്ന് അങ്ങ് നിന്നു. ആളുകൾ അവരുടെ സീറ്റുകളിൽ നിന്നും മുമ്പോട്ട് വീണു. എന്താ ഇവിടെ സംഭവിച്ചത്? മുത്തശ്ശി ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു. നമ്മൾ എത്തിയോ? എടാ മോനെ, വണ്ടി നിർത്തിയോ? നമ്മൾ എത്തിയോ? ഈ വണ്ടി നിന്ന കാര്യമൊന്നും അറിയുന്നില്ല അല്ലേ? പെട്ടെന്ന് ഇല്ല, റോഡിൽ എന്തോ ഒരു തടസ്സമുണ്ട്, മാനി അവിടെ നിന്ന് പറഞ്ഞു. ഇത് മണ്ണിടിച്ചിലാണ്. ആരോ അപ്പോൾ ബസ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവിടെ മണ്ണിടിച്ചിലുണ്ട് എന്ന്. എല്ലാ യാത്രക്കാരും ബസ്സിൻ്റെ ജനാലയിലൂടെ തല പുറത്തേക്കിട്ട് നോക്കി. ഒരു വലിയ മണ്ണിടിച്ചിലായിരുന്നു അത്. മണ്ണും മരങ്ങളും കുറ്റിച്ചെടികളും വീണ് റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിൽ അപ്പോഴും ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുമോ നിങ്ങളെ? അവരപ്പോൾ ബസ്സിൽ ഇങ്ങനെ മേപ്പോട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുക, ആ മണ്ണ് ഇടിഞ്ഞ് വീഴുന്നത്. ആ മണ്ണിൻ്റെ അവശിഷ്ടങ്ങൾ അപ്പോഴും വീഴുന്നുണ്ടായിരുന്നു. കുന്നിൽ നിന്നും താഴേക്ക് പാറകൾ പതിക്കുന്നത് മാനി കണ്ടു. ബസ് നിർത്താൻ അനുയോജ്യമായ സ്ഥലമല്ല. ബസ് അപ്പോൾ അവിടെ നിന്ന് എടുത്തെങ്കിലും ഒക്കത്തുള്ളൂ, കാരണം മണ്ണ് കുറേ മേളിൽ നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആ ബസ് അവിടെ നിർത്തിയിടുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങനെ വട്ടം നോക്കുക. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ബസ്സിന് മുകളിലേക്ക് കല്ലുകളും ചെറിയ പാറകളും ഒക്കെ വീഴുന്നു അല്ലേ? യാത്രക്കാർ പെട്ടെന്ന് പരിഭ്രാന്തരായി അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഡ്രൈവർ വണ്ടി പിന്നോട്ടെടുക്കാൻ തുടങ്ങി. കൂടുതൽ പാറകൾ ഇടിഞ്ഞു വീണു. ഞാൻ ഒരിക്കലും മോട്ടോർ വാഹന റോഡുകളെ വിശ്വസിച്ചിരുന്നില്ല. മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ വണ്ടികളെ ഒന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. മണ്ണിടിച്ചിലിൽ നിന്ന് വളരെ അകലെയാകുന്നത് വരെ ഡ്രൈവർ വണ്ടി പുറകോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പിന്നീട് എല്ലാവരും ബസ്സിൽ ബസ്സിൽ അങ്ങ് ഇച്ചിരി കുറേ ബാക്കിലോട്ട് പോയിട്ട് അവിടെ കൊണ്ട് ഇറങ്ങി. റോഡ് നന്നാക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് അവർ മനസ്സിലാക്കി. മിക്ക യാത്രക്കാരും ബസ്സിൽ നിന്നും നൈനിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അവിടെ ഉള്ളവരെല്ലാവരും അങ്ങ് ഇറങ്ങി. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ പിന്നെ എന്തായാലും നൈനിലേക്ക് പോയെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. കുറേ പേരപ്പോൾ പോകാൻ തീരുമാനിച്ചു. എന്നാൽ ചില ധൈര്യശാലികൾ മലമുകളിലൂടെയുള്ള ഒരു ചെറിയ നടപ്പാതയുണ്ട് കുഞ്ഞുങ്ങളെ, മസൂറിലേക്ക്. അപ്പോൾ എന്ത് ചെയ്തു? അതുവഴി മസൂറിലേക്ക് നടക്കാനും തീരുമാനിച്ചു. ഉരുൾപൊട്ടൽ ഒഴിവാക്കിയിരുന്നു അത്. മാനി മുത്തശ്ശിയെ നോക്കി, നമുക്ക് തിരികെ പോയാലോ? മാനി ഈ മുത്തശ്ശിയെ എടുത്ത് പറഞ്ഞു, നമ്മൾ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നില്ലയോ, നമുക്കങ്ങ് തിരിച്ചു പോയാലോ? ഇനി 10 മൈൽ മാത്രം. മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞിട, ഇനി 10 മൈൽ മാത്രം പോയാൽ മതി, നമ്മൾ ഇന്നലെ അങ്ങനെയൊക്കെ നടന്നല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ മല കയറാൻ തുടങ്ങി. രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? മല കയറാൻ തുടങ്ങി. മലയുടെ മുകളിൽ എത്തിയപ്പോഴേക്കും മുത്തശ്ശിയും മാനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലയുടെ മണ്ട ചെന്നപ്പോൾ ഇവർ രണ്ടും മാത്രമേ ഉള്ളൂ. അവരുടെ ഗ്രാമം വടക്ക് വശത്തെ മലഞ്ചെരുവിന് അപ്പുറത്തായിരുന്നു. നദി വളരെ താഴെയായി കുതിച്ചുകൊണ്ടിരുന്നു. ഒരു സ്വർണ്ണവർണ്ണമുള്ള പരുന്ത് ഉയരത്തിൽ വട്ടമിട്ട് പറന്നു. അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നോ? ഇതൊന്ന് മേളിൽ ചെന്ന് കൊച്ചു നടന്ന് മേളിൽ ചെന്നപ്പം പെട്ടെന്ന് ചോദിച്ച നാനി, നമ്മൾ അങ്കിളിൻ്റെ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വന്നപ്പോഴേ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് വല്ലതും കഴിക്കാനെടുത്തായിരുന്നോ? തീർച്ചയായും മോനെ, മുത്തശ്ശി പറഞ്ഞു. നിനക്ക് പെട്ടെന്ന് വിശക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പക്കോറാസും ബണ്ണും ഒക്കെ എടുത്തു. പിന്നെ അങ്കിളിൻ്റെ ആ പൂന്തോട്ടത്തിൽ നിന്ന് ഞാൻ കുറേ പീച്ചു പഴങ്ങളും ഒക്കെ പറിച്ചിട്ടുണ്ടെന്ന്. കൊള്ളാം. ക്ഷീണം മറന്നുകൊണ്ട് മാനി പറഞ്ഞു, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കഴിക്കാം. മുത്തശ്ശിക്ക് ക്ഷീണം തോന്നുമ്പോൾ നമുക്ക് നിൽക്കാം. മുത്തശ്ശി, എനിക്ക് നടക്കാൻ കഴിയും. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ മഴ പെയ്താൽ പറ്റില്ല. എനിക്ക് നടക്കാനൊക്കെ പറ്റും മക്കളെ, പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോന്നറിയോ, കണ്ണ് കാണത്തില്ല. അതാണ് ഈ ഗ്ലാസ്സിലും കൂടെ വെള്ളം വീണ് കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റത്തില്ല. ഈ കുട വല്ലാതെ ചോർന്നു ഒലിക്കും. തന്നെയല്ല എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുടയുണ്ടല്ലോ, അത് പിടിക്കാതെ പോകുന്നതാണ് നല്ലത്. അതുപോലെ ചോർച്ചയാ കുട. ഈ കുട വല്ലാതെ ചോർന്നു ഒലിക്കും. വീണ്ടും അവർ താഴേക്ക് ഇറങ്ങി. അടുത്ത മല കയറി.
കാറ്റു വീശുന്ന കുന്നിൻ ചെരുവുകളിൽ കടന്ന് ഇരുണ്ട ദേവദാരു വനത്തിലൂടെ മുകളിലേക്ക് കയറി ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ മസൂറിയിലെ ലൈറ്റുകൾ മിന്നുന്നത് അവർ കണ്ടു. ഇപ്പം രാത്രിയായി അവരങ്ങ് ചെന്നപ്പോൾ ഇരുട്ട് വീണപ്പോൾ അവിടുത്തെ എല്ലാം ലൈറ്റുകൾ മിന്നുന്നതായിട്ട് അവർ കണ്ടു. അവർ അടുത്തടുത്ത് വന്നപ്പോൾ വെളിച്ചം കൂടി കൂടി വന്നു. അപ്പോഴേക്കും അവർ ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്ന ബസാർ എന്ന് വെച്ചാൽ എന്താ, മാർക്കറ്റിൽ അവരെത്തിയിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ മാനി കൈവിട്ടു പോകാതിരിക്കാൻ മുത്തശ്ശി അവൻ്റെ തോളിൽ ഒരു കൈ ഉറപ്പിച്ച് ഇങ്ങനെ പിടിച്ചിരുന്നു. ഏറ്റവും ചിലവ് കുറഞ്ഞ ഹോട്ടൽ ഏതാണെന്ന് അവർ എന്നിട്ട് ചോദിച്ചു. പക്ഷേ കുറഞ്ഞ നിരക്കിലുള്ള ഹോട്ടലുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ധർമ്മശാലയിൽ രാത്രിയിൽ അവിടെ അങ്ങ് ചിലവഴിച്ചു. പിറ്റേന്ന് രാവിലെ കണ്ണാശുപത്രിയിൽ അവർ രോഗിയുടെ നീണ്ട നിരയിൽ ചെന്ന് നിന്നു. നേത്രരോഗ വിദഗ്ധർ സ്യൂട്ടും ധരിച്ച് ഒരു തടിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹം രോഗികളെ വളരെ വേഗത്തിലായിരുന്നു നോക്കിയത്. എന്നാൽ നല്ല ദയോടെയും ഒക്കെ ആയിരുന്നു കൈകാര്യം ചെയ്യുന്നത്. 1 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് മുത്തശ്ശിയുടെ ഊഴം വന്നത്. ഡോക്ടർ മുത്തശ്ശിയുടെ കണ്ണടയിലേക്ക് ഭയത്തോടെ ഇങ്ങനെ ഒന്ന് നോക്കി, ഇല്ലേ? അത് പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ആ കണ്ണാടി എടുത്ത് ആ ഡോക്ടർ എടുത്ത് ഇട്ടു. പിന്നെ അയാൾ അത് പുറത്തെടുത്തിട്ട് തൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, രണ്ടാമതൊന്നുകൂടി ചിന്തിച്ചതിനാൽ ഞാൻ ഇതിനെ ഒരു മ്യൂസിയത്തിലേക്കെങ്ങാണ് അയക്കാൻ പോകുന്നുവെന്ന് അയാൾ കളിയാക്കി പറഞ്ഞു. ഇനി ഈ കണ്ണാടി നിങ്ങൾ വെച്ചാലേ ഇത് വെക്കണ്ട, ഇത് വല്ല മ്യൂസിയത്തിലെങ്ങാനും കൊണ്ടുവെക്കാമെന്ന് അദ്ദേഹം കളിയാക്കി പറയുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കണ്ണട മാറ്റേണ്ടതായിരുന്നു. അവ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്തിട്ടുണ്ടാകാം, അല്ലേ? അതാത് സമയത്ത് ഈ കണ്ണാടിയുടെ ഗ്ലാസ് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രശ്നമാവും നിങ്ങളെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവ നിങ്ങളിപ്പോൾ ഇത്രയും നാൾ വെച്ച ഗുണത്തിനേക്കാൾ ചിലപ്പോൾ ദോഷം ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് അയാൾ മുത്തശ്ശിയുടെ കണ്ണുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്, പക്ഷേ നിങ്ങൾ അന്ധയാകില്ല കേട്ടോ. ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പവറുള്ള കണ്ണട തരാം. എന്നിട്ട് അയാൾ മുത്തശ്ശിയെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വലുതും ചെറുതുമായ അക്ഷരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ബോർഡിന് മുന്നിൽ നിർത്തിയിട്ട് അവ വായിക്കാൻ കഴിയുമോ എന്ന് മുത്തശ്ശിയോട് ചോദിച്ചു. എനിക്ക് ബോർഡ് പോലും കാണാൻ കഴിയുന്നില്ല, മുത്തശ്ശി പറഞ്ഞു. ശരി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമോ? ഡോക്ടർ ചോദിച്ചു. അവ്യക്തമായി കാണാം, എന്നുവെച്ചാൽ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല ഡോക്ടർ എന്ന് മുത്തശ്ശി പറഞ്ഞു. നിങ്ങൾ എന്നെ വ്യക്തമായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ പറഞ്ഞു. എന്താ, നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ പോരെ, എന്നെ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞു. അയാൾ മുത്തശ്ശിയുടെ മൂക്കിൽ ഒരു വയർ ഫ്രെയിം ബാലൻസ് ചെയ്ത് വ്യത്യസ്ത ലെൻസുകൾ പരീക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുത്തശ്ശിക്ക് കൂടുതൽ നന്നായി കാണാൻ കഴിഞ്ഞു. അവർ ബോർഡും അതിലെ വലിയ അക്ഷരങ്ങളും കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമോ? ഡോക്ടർ ചോദിച്ചു. കുറെ കൂടി വ്യക്തമായി, മുത്തശ്ശി പറഞ്ഞു. ഇപ്പം എനിക്ക് നല്ലപോലെ കാണാം കേട്ടോ. ഡോക്ടർക്ക് സഹായമാകുന്ന രീതിയിൽ താങ്കളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർത്തു. നന്ദി, ഡോക്ടർ പറഞ്ഞു. ഇനി തിരിഞ്ഞു നോക്കി നിങ്ങളുടെ ചെറുമകനെ കാണാൻ കഴിയുമോ എന്നൊന്ന് നോക്കിയേ. മുത്തശ്ശി തിരിഞ്ഞു നോക്കി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നമ്മുടെ മാനിയെ, നമ്മുടെ നാനി നല്ല വ്യക്തമായിട്ട് കണ്ടു. മാനി, അവൻ സന്തോഷത്തോടെ കൈകൊട്ടി അവർ വിളിച്ചു. നീ എത്ര സുന്ദരനാണ്, ഞാൻ വളർത്തിയത് എത്ര നല്ല ആൺകുട്ടിയാണ്. പക്ഷേ നിനക്ക് ഒരു ഹെയർ കട്ട് ആവശ്യമാണ്, ഒരു കുളിയും നിന്റെ ഷർട്ടിൻ്റെ ബട്ടണുകളും ഒരു പുതിയ ജോഡി ഷൂസും ഒക്കെ മേടിക്കണം, അല്ലേ? ബസാറിലേക്ക് വരൂ, ആദ്യം പുതിയ കണ്ണട കിട്ടട്ടെ. നമുക്ക് ബസാറിലോട്ട് പോയി. കണ്ണാടി ഈ അമ്മൂമ്മ കണ്ണി വെച്ചേക്കുക. പെട്ടെന്ന് ആ ആശുപത്രി നിൽക്കുക, കണ്ണാശുപത്രി നിൽക്കുക എന്നുള്ളത് മറന്നുപോയി. പെട്ടെന്നില്ല, എല്ലാം കൂടെ കണ്ടപ്പം ആ കൊച്ചിൻ്റെ സൗന്ദര്യവും മുടി പൊങ്ങിയിരിക്കുന്നു, അല്ലേ? നിന്റെ ഷർട്ടിന് ബട്ടൺസ് ഇല്ല, വരൂ നമുക്ക് ഇതെല്ലാം പോയി ബസാറിൽ പോയി മേടിക്കാം എന്ന് പറഞ്ഞപ്പം മാനി അവിടെ നിന്ന് എന്താ പറഞ്ഞത്? ആദ്യം ഈ പുതിയ കണ്ണടയൊന്ന് കിട്ടട്ടെ. മാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും ഒരു ബസ്സിൽ കയറി. മുത്തശ്ശിക്ക് ഒരു വിൻഡോ സീറ്റ് കിട്ടി. മാനി അവരുടെ അരികിലിരുന്നു. അവന് പുതിയ ഷൂസും മുത്തശ്ശിക്ക് ഒരു പുതിയ കുടയും ഉണ്ടായിരുന്നു. മാനിയുടെ അച്ഛന് അവർ ഒരു കട്ടിയുള്ള കമ്പിളി ടിബറ്റൻ പുൾ ഓവറും വാങ്ങിയിരുന്നു. പിന്നെ വിത്തുകളും തൈകളും അവരുടെ പശുവിനുള്ള മണിയും. ബസ് നീങ്ങിയപ്പോൾ മുത്തശ്ശി ജനാലയിലൂടെ ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കി. എന്താ, കാരണം ഇതുവരെ അവരിതൊന്നും കണ്ടിട്ടില്ല. എല്ലാം ഒരുമാതിരി മങ്ങിയിരിക്കുമായിരുന്നല്ലേ. വളരെ കാലമായി കാണാനിരുന്ന പലതും അവർക്ക് കാണാൻ കഴിഞ്ഞു. ദൂരെയുള്ള ഗ്രാമങ്ങൾ, വയലുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ, റോഡിലെ പാൽ വിൽപ്പനക്കാര്, ബസ്സിനരികിലൂടെ ഓടുന്ന 2 നായ്ക്കള്, മരങ്ങളിലിരിക്കുന്ന കുരങ്ങുകള്, എല്ലാറ്റിനുമുപരി ആകാശത്തൊരു മഴവില്ല്. തീർച്ചയായും അവർക്ക് പൂർണ്ണമായും കാണാൻ കഴിഞ്ഞില്ല, അല്ലേ?
അവർക്ക് പൂർണ്ണമായി ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ മെച്ചപ്പെട്ട കാഴ്ചയിൽ അവർ വളരെ സന്തുഷ്ടയായിരുന്നു. മാനി കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു. അവൻ അവരുടെ ആവേശകരമായ സംസാരം ശ്രദ്ധിച്ചു. പിന്നെ അവൻ ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അവൻ മുത്തശ്ശിയുടെ തോളിൽ തലചായ്ച്ചുറങ്ങി. ബസ് വളഞ്ഞും പുളഞ്ഞും മലയോര പാതയിലൂടെ ആടി ഉലഞ്ഞു നീങ്ങി. പക്ഷേ മാനി ഗാഢനിദ്രയിലായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു നിങ്ങളെ നമ്മുടെ ഈ പാഠം. എങ്ങനെയുണ്ട് കഥ? ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചോദ്യോത്തരം എഴുതാൻ പറ്റുമോ? നിങ്ങൾ ഏതാണ്ട് ഇത്ര മീനിങ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഗ്ലീം എന്ന് വെച്ചാൽ തിളക്കം, സ്ക്രാച്ച് എന്ന് വെച്ചാൽ പോറല്, ഗ്ലാസസ് എന്ന് വെച്ചാൽ കണ്ണടയാണ്, റോർ എന്ന് വെച്ചാൽ ഗർജനം, ഫ്ലോക്ക് എന്ന് വെച്ചാൽ കൂട്ടം, ഫസി FUSSZ ആണ്, FUZZY, ഫുസി എന്ന് വെച്ചാൽ പാറിപ്പറന്ന, ഡ്രിസിൽ എന്ന് വെച്ചാൽ ചാറ്റൽ മഴ, സ്ലാക്ക് എന്ന് വെച്ചാൽ വേഗത കുറയ്ക്കുക, റിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു രോഗം കേട്ടോ, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം റിക്കറ്റി എന്നാണ്, പൊട്ടിപ്പൊളിഞ്ഞ, സ്കാമ്പർ എന്ന് വെച്ചാൽ ഓടുക, ഗ്ലൂമി എന്ന് വെച്ചാൽ ഇരുണ്ട, ജോസ്റ്റിൽ എന്ന് വെച്ചാൽ തള്ളുക, നോഡെന്ന് വെച്ചാൽ തലയാട്ടുക, ബസാർ എന്ന് വെച്ചാൽ ചന്ത. ഇതൊക്കെ റഫായിട്ടൊന്ന് എഴുതി വെച്ചാൽ നിങ്ങൾ, നമ്മൾ ആ പഠിച്ച പാഠത്തിനകത്തിലുള്ളതാണ്. അപ്പം നിങ്ങളോട് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഞാനൊരു 5 ചോദ്യം എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ വരി വലിച്ചൊന്നും ഞാൻ എഴുതിയിട്ടില്ല, നോക്കണേ. വൈ കുഡ് നോട്ട് ഗ്രാനി സീ പ്രോപ്പർലി ത്രൂ ഹെർ ഗ്ലാസസ്? മുത്തശ്ശിക്ക് കണ്ണടയിലൂടെ ശരിയായി കാണാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? നമുക്ക് പറയാൻ പറ്റത്തില്ലേ? മുത്തശ്ശിക്ക് എന്താ കാണാൻ പറഞ്ഞത്? ഗ്രാനി കുഡ് നോട്ട് സീ പ്രോപ്പർലി. അതത്രയും ചോദ്യത്തിലുണ്ടോ നിങ്ങളെ? ഗ്രാനി കുഡ് നോട്ട് സീ പ്രോപ്പർലി, ഗ്രാനിക്ക് എന്താ നല്ലപോലെ കാണാൻ പറ്റത്തില്ല. ബിക്കോസ് ഹെർ ഗ്ലാസസ് വെയർ വെരി ഓൾഡ്. എന്തുകൊണ്ടാ? ആ ഗ്ലാസ് വെരി ഓൾഡ് ആയിരുന്നു, സ്ക്രാച്ച് ആയിരുന്നു, സ്പോട്ടഡ് ആയിരുന്നു, അല്ലേ? വളരെ പണ്ട ജാമ്പോൻ്റെ കാലത്തെ കണ്ട ഒരു ഗ്ലാസ് ആയിരുന്നു. ഹെർ ഐസൈറ്റ് ഹാഡ് ബിക്കം വീക്കർ ഓവർ ദ ഇയേഴ്സ് ആൻഡ് ഷീ നീഡഡ് ന്യൂ ഗ്ലാസസ്, അല്ലേ? എത്ര കൊല്ലം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്? അതിൻ്റെ ഒരു 10 വർഷത്തോളം പഴക്കം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്, അല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ടാവും നിങ്ങളെ. ഗ്രാനി കുഡ് നോട്ട് കുഡിൻ്റെന്ന് നമ്മൾ വേണം കേട്ടോ. കുഡ് നോട്ട് എന്നല്ല, കുഡിൻ്റെന്ന് പറയുന്നത് കുറച്ചുകൂടെ അല്ലേ. ഇപ്പം നിങ്ങൾ 8ാം ക്ലാസ് ആയില്ലേ. സീ പ്രോപ്പർലി ബിക്കോസ് ഹെർ ഗ്ലാസസ് വെയർ വെരി ഓൾഡാണ്, സ്ക്രാച്ച്ഡ് ആണ്, സ്പോട്ടഡ് ആണ് കേട്ടോ. 3 വാക്ക്. ഹെർ ഐസൈറ്റ് ഹാഡ് ബിക്കം വീക്കർ, അല്ലേ, ഓവർ ദ ഇയേഴ്സ് ആൻഡ് ഷീ നീഡഡ് ന്യൂ ഗ്ലാസസ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ പഴകിയ കണ്ണാടിയായിരുന്നു, അവൾക്ക് എന്ത് ആവശ്യമായിരുന്നു? ഒരു പുതിയ കണ്ണാടി ആവശ്യമായിരുന്നു, അല്ലേ? അപ്പോൾ അത് ഈ കുഞ്ഞു വാക്കുകളല്ലേ നിങ്ങൾ എളുപ്പം അതൊക്കെ പഠിക്കണം കേട്ടോ. രണ്ടാമത് ഓക്കെ. വൈ ഡിഡ് നോട്ട് ഗ്രാനി വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മാണി? അല്ലേ, ഇവിടെ മാണിയല്ല മാനി എന്നാണ്, അല്ലേ? മാനിയെ പിരിയാൻ മുത്തശ്ശി ആഗ്രഹിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? എന്താ? ബിക്കോസ് ഷീ ലവ്ഡ് മാനി വെരി. അവൾ അത്രത്തോളം നമ്മുടെ മാനിയെ ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലേ? പിന്നോ ഷീ റേസ്ഡ് ഹിം ആഫ്റ്റർ ഹിസ് മദർ ഡൈഡ് ആൻഡ് ഫെൽറ്റ് ഹാപ്പി ആൻഡ് സേഫ് വെൻ ഹി വാസ് വിത്ത് ഹെർ. ഷീ ലവ്ഡ് മാനി. ആ മാനിയെ ഇവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ്റെ മദർ ഡൈഡ്, അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇവളായിരുന്നു എന്താ ഇവനെ വളർത്തി വലുതാക്കിയത്, അല്ലേ? ഫെൽറ്റ് ഹാപ്പി ആൻഡ് സേഫ് വെൻ ദേ. ഇനി തന്നെയുമല്ല ഇവരെ എന്താ ഗ്രാനിയെ ക്കുള്ള സന്തോഷവും അതുപോലെ തന്നെ സേഫ് ആക്കുന്നതുമെല്ലാം ആരാണ്? നമ്മുടെ ഈ മാനി കൂടുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും ഹാപ്പി ആവുന്നതും അതുപോലെ തന്നെ സേഫ് ആവുന്നതും കേട്ടോ. കുഞ്ഞു വാക്കുകളല്ലേ കുഞ്ഞുങ്ങളെ. ബിക്കോസ് ഷീ ലവ്ഡ് മാനി വെരി മച്ച്. ഷീ റേസ്ഡ് ഹിം ആഫ്റ്റർ ഹെർ മദർ ഡൈഡ് ആൻഡ് ഫെൽറ്റ് ഹാപ്പി ആൻഡ് സേഫ് വെൻ ഹി വാസ് വിത്ത് ഹെർ. നമ്മൾ ആ കഥ അങ്ങ് ഓർത്താൽ മതി, ഇത് പറയാൻ പറ്റും. ഡു യു തിങ്ക് ഗ്രാനി വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് വാക്കിംഗ് ടു 9? ഗിവ് റീസൺ. മുത്തശ്ശിക്ക് 9ലേക്ക് നടക്കാൻ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ? യെസ്, ഉണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട് എനിക്ക് നടക്കാനൊക്കെ ആവും, പക്ഷേ എന്താ മഴ പെയ്യാതിരുന്നാൽ എനിക്ക് നടക്കാനാവുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു, അല്ലേ? ഗ്രാനി വാസ് കോൺഫിഡൻറ്റ് എബൌട്ട് വാക്കിംഗ് ടു 9, അല്ലേ? അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു 9 പോയിൻ. ഷീ വാസ് നത്തിങ് റോങ് വിത്ത് ഹെർ ലെഗ്സ് ആൻഡ് ഈവൻ ജോക്ക്ഡ് ദാറ്റ് വാക്കിംഗ് അപ്പ് ഹിൽ വാസ് ഈസിയർ. അപ്പ് ഹിൽ എന്നാണ് കുഞ്ഞുങ്ങളെ, ഇത് കുഞ്ഞു വാക്കുണ്ട്. അപ്പ് ഹില്ല് വാസ് ഈസിയർ. അവരങ്ങ് എളുപ്പം ജോക്ക് നല്ല ആ ചെറുക്കനെക്കാട്ടി മുന്നേ നടന്ന് അവരങ്ങ് എത്തി, അല്ലേ? ഇപ്പം നമുക്കാണെങ്കിൽ വല്ലതും പറ്റുമോ കുഞ്ഞുങ്ങളെ?
പറ്റും. ഇപ്പോൾ ആർക്കും പറ്റത്തില്ല അല്ലേ? ഇപ്പം 30 കഴിഞ്ഞാൽ എല്ലാവരും എന്താ അണച്ച് ഇച്ചിരി ഒന്ന് നടക്കും. അന്നത്തെ കാര്യം ആരും നടക്കുന്നില്ല. ഇപ്പം എല്ലാവരും വണ്ടിയിലല്ലേ യാത്ര. അതാണ് ആരും. അതേപോലെ പഴയ ചില ആൾക്കാരൊക്കെ നടന്നു പോകുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ കൊതിയാവുക അല്ലേ? നാലാമത്തെ അടുത്ത ചോദ്യം നിങ്ങൾ 4 എഴുതിയല്ലോ അല്ലേ? വൈ കുഡ് നോട്ട് കുഡിൻ്റെ മാനി കീപ്പ് അപ്പ് വിത്ത് ഗ്രാനി ഓൺ ദ വോക്ക്. മാനിക്ക് മുത്തശ്ശിക്കൊപ്പം നടന്നെത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? മാനി ഇടയ്ക്ക് നിന്ന് പോയായിരുന്നല്ല കഥയ്ക്കകത്തിൽ. എന്തോ കുഞ്ഞുങ്ങളെ, മാനി കുഡ് നോട്ട് കീപ്പ് അപ്പ് വിത്ത് ഗ്രാനി ബിക്കോസ് ഹി സ്റ്റോപ്പ്ഡ് ടു പിക്ക് ആൻഡ് ഈറ്റ് വൈൽഡ് ബ്ലാക്ക്ബെറീസ്. ഇവനെന്താ മുത്തശ്ശി കൂടെ നടന്നു പോയപ്പോൾ ഇവൻ ഇടയ്ക്ക് എന്ത് ചെയ്തു? ബ്ലാക്ക്ബെറി പറിക്കാൻ പോയി അല്ലേ? നമ്മൾ മുത്തശ്ശി നടന്നു പോയപ്പോൾ ഇടയ്ക്ക് ഇവന് കാട്ടിൽ കയറി ബ്ലാക്ക്ബെറി പറിക്കാനായിട്ട് നിന്നായിരുന്നു അല്ലേ? വൈൽ ഗ്രാനി കെപ്റ്റ് വോക്കിംഗ് സ്റ്റഡ്ലി വിത്തൗട്ട് സ്റ്റോപ്പ്. ഇതൊന്നും കാണാതെ ഗ്രാനി നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നടന്ന് അവരെളുപ്പം നടന്ന് അവരങ്ങ് പോയി. പക്ഷേ ഇവൻ്റെ ഇത് പിന്നീട് കഥയിൽ പുറയിൽ ഇവന് ഓടിച്ചെല്ലുന്നതായിട്ടൊക്കെ ഉണ്ട്. നോക്കൂ, ഞാൻ ബ്ലാക്ക്ബെറി ഇതിനകത്ത് വലിയ വാക്കായിട്ട് വല്ലതും ഉണ്ടോ? മാനി കുഡിൻ്റെ കീപ്പ് അപ്പ് വിത്ത് ഗ്രാനി ബിക്കോസ് ഹീ സ്റ്റോപ്പ്ഡ് ടു പിക്ക് ആൻഡ് ഈറ്റ് വൈൽഡ് ബ്ലാക്ക്ബെറീസ് അല്ലേ? അതിൽ ഗ്രാനി കെപ്റ്റ് വോക്കിംഗ് സ്റ്റഡ്ലി വിത്തൗട്ട് സ്റ്റോപ്പിങ്. അവരവിടെ ഇവൻ ഇത് പറിക്കാൻ പോയപ്പോൾ അവരവിടെ നിന്നതൊന്നുമില്ല. എന്താ, അവർ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അവർ നിന്നില്ല. സ്റ്റോപ്പിംഗ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് അല്ലേ? ഇത് കഥ അറിയുന്ന രീതിയിൽ ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ആ കഥ മനസ്സിലായില്ലേ? ആ രീതിയിൽ തന്നെ ഞാൻ 4 എഴുതിയുള്ളൂ. ആ 4 നിങ്ങൾ പഠിച്ചെങ്കിൽ ആ 4 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കുഞ്ഞുങ്ങളെ. ഞാനിപ്പോൾ 25 തന്നു, 30 ക്വസ്റ്റ്യൻ ആൻസർ തന്നു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഒരെണ്ണമെങ്കിലും എന്നെ കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റിയോ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതിലാണ് അല്ലേ? അപ്പം കഥ ഏകദേശം ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? കഥ മനസ്സിലായല്ലോ? നല്ലൊരു കഥയല്ലേ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറ. നമുക്ക് രണ്ടാമത്തെ പാഠം ഇടാം. ഇല്ലെങ്കിൽ വിട്ടുതരാം കേട്ടോ. മനസ്സിലാവുന്നുണ്ട്. ചെറിയ വാക്കുകളും ചെറിയ കാര്യങ്ങളുമാണ് എഴുതിയേക്കുന്നത്. ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയും. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലൊന്ന് ചെയ്തേക്കണേ കേട്ടോ. ഓക്കെ താങ്ക് യു.